Next question. The number of bacteria in a culture is 1000, and this number increases 250% every 2 hours. Using recurrence relation, find the number of bacteria present after 1 day. After 1 day. That's the question. So number of bacteria in a culture 1000. So A naught is 1000. This number increases 250%. 250% കൂടും ഓരോ 2 മണിക്കൂറിലും. ഓക്കെ, അപ്പോൾ റെക്കറൻസ് റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? an+1 is equal to n+1th അവർ ആഫ്റ്റർ 1 ഡേ അല്ലേ. 1 ഡേ എന്ന് പറയുമ്പോൾ 24 hours കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. 24 hours കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഓരോ അവറിലും n+1th അവറിൽ നമുക്ക് എങ്ങനെ പറയാം? an പ്ലസ് ജസ്റ്റ് പ്രീവിയസ് പ്ലസ് an ഇൻറ്റു എത്ര പെർസെൻറ്റേജ് കൂടും? 250%. അപ്പോൾ 250/100. That is an plus an into 2.5 അല്ലേ? 2.5. That is an into 1 plus 2.5 അല്ലേ? 3.5. 3.5 an, where n greater than or equal to 0. So recurrence relation നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. an+1 is equal to 3.5 into an ആയിട്ട് എടുക്കാം. And what's the solution? Solution is an is equal to d raised to n into a naught അല്ലേ? സോ നമുക്ക് വേണ്ടത് എനി സൊല്യൂഷൻ 24 hours ഇതാണ്. അപ്പം ഡി എത്രയാ? ഡി ഈസ് ഈക്വൽ ടു 3.5 അല്ലേ ഈ ഒരു റിലേഷനിൽ നിന്ന്. അപ്പോൾ 3.5 റൈസ് ടു n ഇൻറ്റു എ നോട്ട്. എ നോട്ട് എത്ര? 1000. വാട്ട്സ് വാല്യൂ ഓഫ് n ഹിയർ? n എത്രയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ബാക്ടീരിയാസ് ഇൻക്രീസ് ആവുന്നത് എവറി 2 hours ആണ്. ഓരോ 2 മണിക്കൂറിലും ഇൻക്രീസ് ആവും. അപ്പോൾ 24 hours എത്ര തവണ ഇൻക്രീസ് ആവുമായിരിക്കും? 12 അല്ലേ? ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഇൻക്രീസ് ആവും. അപ്പോൾ 24 hours, ഒരു ദിവസം 24 hours എത്ര തവണ ഇൻക്രീസ് ആവും? 24 divided by 2, that is 12. So 3.5 raised to 12 into 1000. So this is the bacteria present at the end of nth hour. Okay. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ ആൻസർ 3.5 raised to 12 into 1000. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇത് ബാക്ടീരിയസിന്റെ കേസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. A man invests 1 lakh rupees at 12% interest compounded annually. Find the amount at the end of first, second, third year. ഇവിടെ ഇപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ബിക്കോസ് കോമ്പൗണ്ടഡ് ആനുവലി. സോ ഇനിഷ്യൽ എമൗണ്ട് ഇസ് 1 lakh rupees. വാട്ട് ഇസ് ദ ഇൻട്രസ്റ്റ്? 12%. അപ്പോൾ 0.12 അല്ലേ?
കോമ്പൗണ്ടഡ് ആനുവലി തന്നെയാണ്. അപ്പം ആനുവലായിട്ട് തന്നെയാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പം എ എൻ റെക്കറൻസിലേഷൻ എങ്ങനെ എഴുതാം? റെക്കറൻസിലേഷൻ എ എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് എ എൻ ഇൻറ്റു പ്രീവിയസ് അല്ലേ? പ്രീവിയസിലുള്ളത് പ്ലസ് പ്രീവിയസിൻ്റെ ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ്? 0.12%. അപ്പോൾ എത്ര ഇതിലൂടെ ആഡ് ചെയ്യുമ്പോൾ 1.12 എ എൻ ആവും. ഓക്കെ, സോ എ എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1.12 എ എൻ ഇസ് ദ റെക്കറൻസിലേഷൻ where n greater than or equal to 0. Okay അല്ലേ? So what's the value of D? D is 1.12. So what's the solution? Is equal to എന്തായിരിക്കും? A naught into D raised to n അല്ലേ? A naught is 1 into 1.12 raised to n. Okay, so this is the solution. Next we have to find the amount after. അപ്പോൾ n-ന് 1 കൊടുക്കാം. സോ സെക്കൻഡ് ഇയറിലെ തുടക്കത്തിൽ അല്ലേ? അപ്പോൾ A2 is equal to എന്ത് വരും? 1 lakh into 1.12 raised to 2. ഇതായിരിക്കും സെക്കൻഡ് ഇയറിലെ 1 lakh into 1.12 ക്യൂബ്. A4 എന്തായിരിക്കും തേർഡ് ഇയറിലെ എൻഡിൽ? അല്ല, നമുക്ക് ഫസ്റ്റ് ഇയർ എൻഡിൽ A1 അല്ലേ? A1 ഫസ്റ്റ് ഇയർ എൻഡിലാണ്, ഇനിഷ്യലാണ് 1 കേട്ടോ, ഇൻറ്റു 1.12 ഇതായിരിക്കും A1. സെക്കൻഡ് ഇയർ എൻഡിൽ ഇത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, A3 വരും.